Praise the Lord. Rabba Shaba Baba Rabba Baba Shaba Baba Ripa Baba Shaba Baba Rabba Baba Shaba Baba Rabba Baba Shaba Baba Ripa Baba Shaba Baba. Praise the Lord. Hallelujah. എല്ലാ കണ്ണുകളും നമുക്ക് ദിവസത്തിലേക്ക് അടക്കാം. എല്ലാ ഹൃദയങ്ങളും നമുക്ക് ദിവസത്തിലേക്ക് താഴ്ത്താം. Praise the Lord. Hallelujah. 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 Rabababa shabababa ribababa shabababa rabababa shabababa ribababa shabababa rabababa shabababa ribababa. വലിയ ആത്മീക അന്തരീക്ഷത്തിനകത്തേക്ക് ഇന്ന് രാത്രികാലം നമുക്ക് ആത്മാവിൽ കയറാം. രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സൈന്യം ഇത് രാത്രി നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മീറ്റിംഗ് തുടങ്ങി അവൻ ഇതുവരെയുള്ള സമയങ്ങൾ ദൈവാത്മാവിന്റെ ചലനം നമ്മുടെ മധ്യം ഉണ്ടായിരുന്നു. എത്ര പേര് സ്തോത്രം അത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആത്മീക മൂന്നുകിടമ്പിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി കാലവും നമ്മുടെ നടുവിൽ ഇറങ്ങേണ്ടതിനായി ചുടമനമന ദുരമനമനമന വിഷയ ഒരുമിച്ച് അന്യഭാഷകളുള്ളവർ അന്യഭാഷകള് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് ദൈവശക്തി ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ. നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത്, നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇന്ന് രാത്രി ദൈവശക്തി നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കട്ടെ. ദൈവശക്തി നിങ്ങളെ ചലിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ചലിപ്പിക്കട്ടെ. ഈ നെറ്റിലൂടെ വിശ്വത്രം വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്തോടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. വലിയൊരു ദൈവത്തിന്റെ കരം ആമേശ്വത്രം ഇന്ന് രാത്രികാലം അവിടെ വ്യാപരിക്കുന്നുണ്ട്. വലിയവനായ ദൈവത്തിന്റെ കരം അവിടെ വ്യാപരിക്കുന്നുണ്ട്. നീ എത്ര കരണ്ട് കൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് കയറിയാലും ഇന്ന് രാത്രി നിന്നെ ആശ്വസിപ്പിച്ച് പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എത്ര വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് കയറിയാലും ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം തന്ന നിന്നെ ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിന്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കണ്ണുനീര് കണ്ട് മറികടന്ന് പോകാത്തവൻ ദാവീദ് പുത്ര എന്നോട് മനസ്സിലിരുന്ന് നിലവിളിച്ചപ്പോൾ അവനെ കടന്നുപോയ കർത്താവ് അവൻ അവിടെ നിന്ന് അവന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ നിലവിളിയുടെ മധ്യേ നിനക്ക് വേണ്ടി തിരിച്ചു വരാൻ എത്ര വലിയ ജനക്കൂട്ടമുണ്ടെങ്കിലും അവരെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് അവൻ സമയം നിന്റെ മുമ്പിൽ കഴിഞ്ഞു പോയാല് നിന്നിലേക്ക് ഇന്ന് രാത്രികാലം ആ കർത്താവ് തിരിച്ചു വരാം. നിന്റെ പ്രായം എത്ര കഴിഞ്ഞു പോയാലും ആവേശം നിന്റെ ഓപ്പർച്യൂണിറ്റികൾ എത്ര മാറിപ്പോയാലും എനിക്ക് നീ ഒരു അവസരമില്ലെന്ന് പറഞ്ഞാലും നിന്നിലേക്ക് അവസരത്തെ തിരിച്ചു കൊണ്ടുവരുന്ന, നിന്നിലേക്ക് ആ ദൈവ സാന്നിധ്യം മടക്കിക്കൊണ്ടുവരുന്ന ജീവിപ്പിക്കുന്ന വചനത്തിന്റെ കാര്യം ഇന്ന് രാത്രി ആത്മാവിൽ ചിലരെ പിടിക്കട്ടെ. ദൈവകരം ഇന്ന് രാത്രി പിടിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രികാലം ചിലരെ പിടിക്കട്ടെ. തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ പ്രവചിക്കാൻ തുടങ്ങി. അവർ ആത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. ആ അന്യഭാഷകൾ സംസാരിച്ചവർ അവരെ പ്രവചിക്കാൻ തുടങ്ങി. എല്ലാ ലിമിറ്റുകളും ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ലിമിറ്റുകളും എല്ലാ പരിധികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പൊട്ടിച്ചു മാറ്റുന്നു. എത്ര പേര് ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നു, എത്ര പേര് കേൾക്കുന്നു, അവരുടെ ജീവിതത്തിനകത്തൊക്കെ ഇന്ന് രാത്രി ദൈവിക ശക്തി ഇറങ്ങട്ടെ. Rabababa shabababa ribababa shabababa rabababa shabababa ribababa shabababa rabababa shabababa ribababa അല്പസമയം ദൈവസന്നിധി ചുടാ മനാധര rabababa shabababa ribababa shabababa rabababa shabababa ribababa shabababa rabababa shabababa ribababa shabababa ribababa shabababa rabababa shabababa അന്യഭാഷയിൽ രാത്രികാലം ജാഗരിച്ചാട്ടെ. നിന്റെ അന്യഭാഷയ്ക്ക് ദൈവശക്തിയുണ്ട്. ഇത് ഭൂമിയിലെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തിയാണ്, അത്യന്ത ശക്തിയാണ് ഈ മൻകൂടാരത്തിന്മേൽ പകർന്നിരിക്കുന്നത്. രാത്രികാലം അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. അല്പസമയം എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക് അന്യഭാഷയിൽ ഇന്ന് രാത്രി ആത്മാവിൽ
വലിയ ദൈവ സാന്നിധ്യം ഈ സൂപ്പർ നാച്ചുറൽ പ്രയർ ഗ്രൂപ്പിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ആമേ നിങ്ങൾ ഇരിക്കുന്ന റൂമുകളിലേക്ക്, ആമേ ഭവനങ്ങളിലേക്ക്, ദേശത്തിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ഫ്ലാറ്റുകളിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ആമേ സ്വത്രം ഹല്ലേലൂയ ആ റൂമുകളിലേക്ക് ദൈവ സാന്നിധ്യം കയറുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നിന്നെ അന്വേഷിച്ചിറങ്ങി വരികയാണ്. ആമേ സ്വത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വചനം നിന്നെ അന്വേഷിച്ച് ആത്മമണ്ഡലങ്ങളെ ചലിപ്പിക്കുവാൻ ദൈവന്മാരേക്ക് തൊടുന്നു. ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ തന്നെ സ്വർഗമാരേക്ക് തൊടുന്നു. ചില നാവുകളെ ദൈവം തൊടുന്നു. അവർ ചില വിത്തുകളെ അഴിക്കുന്നു. ചില വിത്തുകളെ അഴിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുത്താട്ടെ. അവൻ യേശു, അവൻ ഊമനായവന്റെ വായ ദൈവം തുറന്നു. സംസാരിക്കാത്തവനെ ദൈവം സംസാരിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ അവൻ ഊമന്മാർ അവൻ വായികൾ തുറക്കട്ടെ. ഇതുവരെ സംസാരിക്കാത്തവർ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ ആവേശം വായി തുറക്കാതെ അമ്മാന്ന് വിളിക്കാതെ സംസാരിക്കാൻ കഴിയാതെ ശബ്ദത്തെ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സമയം നോക്കണ്ട, സാഹചര്യം നോക്കണ്ട. ഇന്ന് രാത്രി കാലം അവൻ എത്ര പ്രസംഗിച്ചാലും എത്ര ദൂത് പറഞ്ഞാലും ദൈവാത്മാവിന്റെ ചലനമില്ലാതെ ഒന്നും നടക്കില്ല. ഇന്ന് രാത്രി കാലം ദൈവം ചലിക്കുന്നെങ്കിൽ ഒരൊറ്റ വാക്ക് മതി അവൻ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കാം. ഒരൊറ്റ വാക്ക് മതി, കർത്താവിന്റെ ഒരൊറ്റ വാക്ക് മതി ജീവിതം മാറാൻ, സമ്പത്ത് മാറാൻ, ആയുഷിന്റെ ദീർഘം കൂടാൻ, പ്രതികൂലങ്ങൾ മാറാൻ, അവൻ അടഞ്ഞു കിടക്കുന്ന വഴികൾ ഉടഞ്ഞു മാറാൻ. വലിയൊരു ആത്മീക ഒഴുക്ക ഇന്ന് രാത്രികാലം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. സ്വർഗമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വായിക്കുന്ന തിരുവെഴുത്തുന്ന ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ കടന്നു ഓരോ വ്യക്തികളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാല സ്വർഗം അനുഗ്രഹിച്ചാട്ടെ, സ്വർഗം മാനിച്ചാട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും രക്തം കൊണ്ട് ഞങ്ങൾ മറയ്ക്കുന്നു. ഇന്ന് രാത്രി ആത്മനരക ദൈവം ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാധികം മറയ്ക്കണം. സകല മഹത്വം വഹിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരമായ ഈ സമയത്തിൽ ഇന്ന് രാത്രികാലം പ്രത്യേകിച്ച് സ്വന്തം ഹല്ലേലൂയ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗം എനിക്ക് തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ അസാധാരണമായ കാര്യങ്ങളെ അതായത് പദ്ധതികൾ കണ്ടുവരുന്നതിനേക്കാളും വ്യത്യസ്തപരമായി ഇതുവരെ പതിവുകളെ ചുറ്റിച്ചുകൊണ്ട് അസാധാരണമായി നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ കഴിയുന്നവൻ. അവൻ ഊമന്റെ വായ തുറക്കുന്നു, മുരുടന്റെ കണ്ണിനെ തുറക്കുന്നു, ചെകിടനെ കേൾപ്പിക്കുന്നു, മുടന്തനെ നടത്തുന്നു, ബന്ധിക്കപ്പെട്ടവനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു, മരിച്ചവനെ ജീവിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ കരം ഇന്ന് രാത്രികാലം നമ്മുടെ ഇടയിൽ വിശ്വത്രം വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യ വ്യാപരിക്കുന്നുണ്ട്. വലിയ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ആമേശ്വത്രം വിശേഷാല് ഈ ഗ്രൂപ്പിന്റെ ആമേശ്വത്രം ഹല്ലേലൂയ നേതൃത്വം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കർത്താവിൽ പ്രിയ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബിജുവിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാവർക്കും ക്രിസ്തേശുവിന് വന്ദനത്തെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ആരംഭത്തിൽ തന്നെ കർത്താവ് നമ്മോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ആമേശ്വരം അടഞ്ഞ വായികളെ തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേശ്വരം അടഞ്ഞു പോയതിനെ തുറക്കുന്നവരാണ് നമ്മുടെ ദൈവം. ക്രൈസ്തലോട് ഹാലേലൂയ. ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രികാലം ആമേശ്വരം ഹാലേലൂയ ആരും നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് വെറുതെ ഇരിക്കുന്ന ദൈവകൃപയ്ക്ക് തിരുനാട്ടെ. ആമേശ്വരം ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന രാത്രിയാണ്. ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ഞാൻ മുമ്പിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവൻ ഒരു തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അടഞ്ഞ വായികളെ ദൈവം തുറക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആമേശ്വരം ഹല്ലേലൂയ ഞാൻ പറയുകയാണ്. ആമേശ്വരം ഹല്ലേലൂയ എന്റെ വിക്ക് മാറ്റിയ ദൈവം. ആമേശ്വരം എന്നെ കേൾക്കുന്നവരാരെങ്കിലും ആമേശ്വരം വിക്ക് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിക്ക് മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിക്ക് മാറാം. ആമേശ്വരം ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവരാരെങ്കിലും സംസാരിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ദൈവപുത്രനായ നസറനായ യേശു നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വായ ദൈവം തുറക്കാം. നിങ്ങളുടെ വായ ദൈവം തുറക്കാം. ഇന്ന് വരെ നീ സംസാരിച്ചിട്ടില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നീ ഇന്ന് മുതൽ സംസാരിച്ചു തുടങ്ങാം. ആമേശ്വരം യേശുവിന്റെ നാമത്തിൽ ആമേശ്വരം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നീ സംസാരിച്ചു തുടങ്ങാം. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ അടയാളങ്ങൾ നടക്കാം. വിശ്വസിക്കുന്നെങ്കിൽ ഈ അടയാളങ്ങൾ നടക്കും. കർത്താവ് അങ്ങനെ ഇടപെടുകയാണ്. ആമേ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമേ സ്തോത്രം ഹല്ലേലൂയ ഈ കൂട്ടത്തിന് നടുവിലായിരിക്കുന്നത് എന്റെ ജീവിതത്തിനകത്ത് ആമേ സ്തോത്രം ഹല്ലേലൂയ എന്റെ കുടുംബത്തിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഞങ്ങൾ സഭയ്ക്കകത്ത് ആമേ സ്തോത്രം ഒരുമിച്ചാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആമേ സ്തോത്രം ഒരു കൂട്ടം പേര് ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിക്കുവാൻ ആമേ ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ ഹല്ലേലൂയ ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആമേശ്വർ ആ കർത്താവ് ആമേ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. തായിൻ കരുവിൽ ഉരുവാകും മുന്നേ എന്നെ പേർ ചൊല്ലി അണക്കവർ നീ, തായിലും മേലാകെ അன்பு வைத்து നീ எனக்காக ജീവൻ തந்தீரே. தாயின் கருவில் உருவாகும் முன்னே என்னை பேர் சொல்லி அணைத்தவர் நீ, தாயிலும் மேலாக அன்பு வைத்து நீ எனக்காக ஜீவன் தந்தீரே. என் நாட்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பே, உம்மையே ஆராதிப்பே. என் நாள்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பே, உம்மையே ஆராதிப்பே. ஹல்லேலூயா. என் நாள்கள் முடியும் வரை என் ஜீவன் பிரியும் வரை என் சுவாசம் ஒழியும் வரை உம்மையே ஆராதிப்பே, உம்மையே ആരാധിപ്പേ. ഹല്ലേലൂയ. ഉമ്മയെ ആരാധിപ്പേ. എത്ര പേർക്ക് കരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ പറയാൻ കഴിയും ആമേ ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേ അടയ്ക്കുന്നതിനെ തുറക്കുന്നവൻ, തുറന്നതിനെ അടയ്ക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞ വഴികളെ അവൻ തുറക്കാം. നിങ്ങൾക്ക് മുമ്പിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ചിലത് തുറന്നു വെച്ചത് നിങ്ങളുടെ വഴി അടയുമ്പോൾ ആമേ ചിലത് തുറന്നു വെച്ചു. ആമേ പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വഴികളെ ആമേ 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 ഇന്ന് രാത്രി ദൈവം തുറക്കുകയാണ്. ഇന്ന് രാത്രി അടഞ്ഞ വഴികളെ തുറക്കുകയാണ്. അടഞ്ഞ വഴികളെ തുറക്കുകയാണ്. വലിയ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. വലിയ ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. ആമേ വേഗത്തിൽ നമുക്കൊരു വചനത്തിനകത്തേക്ക് കടക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ആമേശ്വരം 1-ാമത്തെ അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. ആമേശ്വരം. ഹല്ലേലൂയ. ബൈബിൾ ഉള്ളവരെടുത്താലും ആമേശ്വരം ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിന്റെ ആമേശ്വരം ഹല്ലേലൂയ ആദ്യ ഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ 1:20 അല്ലേ? അതെ അതെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ.
Praise the Lord. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് നാം വായിച്ച വാക്യം ഇതാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കായികൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും എന്നുത്തരം പറഞ്ഞു. തിരുവചനം വായിച്ച് സഹായിച്ച ആന്റിയോടുള്ള ആമേ സ്വതം ഹല്ലേലൂയ ആമേ നന്ദിയെയും ആമേ ദൈവസ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ രാത്രികാലം പിന്നെയും ആമേ സ്വർഗത്തിലെ ദൈവം ആന്റിയെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ദാഹത്തോടു കൂടി ഇരുന്നാലും ആമേ സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിനകത്ത് നിന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ വേണ്ടി പോകണം. പലവട്ടം ഞാൻ ചിന്തിച്ചു ഈ തിരുവെഴുത്ത് ഇന്ന് രാത്രികാലം ഇവിടെ പറയേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ദൈവം ആമേ സ്തോത്രം വൻ കാര്യങ്ങളെ ആമേ സ്തോത്രം ഹല്ലേലൂയ വചനത്തിനകത്ത് നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ദൂതുകളെ തരുന്നുണ്ട്, പ്രവചന ദൂതുകളുണ്ട്, ആത്മീക വെളിപ്പാടുകളുണ്ട്. എന്നാൽ ആമേ ഇത്രയധികം ആമേ സ്തോത്രം ഹല്ലേലൂയ ശക്തമായ വാക്കുകൾ കടക്കുമ്പോൾ കേട്ട് പരിചയം ഒത്തിരി തവണ ആമേ ശുശ്രൂഷകന്മാർ ശുശ്രൂഷിച്ച ഈ വാക്ക് നാം നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ദൈവിക ആലോചന ഇറങ്ങി വന്ന ഈ വാക്കിന്റെ പ്രാധാന്യം എന്ത് കർത്താവെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആവേശോത്രം ഇന്ന് രാത്രി ഇത് തന്നെ സംസാരിക്കണം. തക്ക സമയത്തെന്ന വാക്ക് ദൈവം എന്നെ എടുത്ത് എന്നെ ഓർമ്മപ്പെടുത്തി എടുത്ത് എന്നെ കാണിച്ചു. പ്രൈസലോട് ആലു ഞാൻ വാഹനത്തിലായിരിക്കുമ്പോഴും ദൈവാത്മാവ് എന്നോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ളതാ. ഇന്ന് രാത്രികാലം ഒരൊറ്റ വാക്കിൽ ആമേശ്വത്രം പറഞ്ഞാൽ ആമേ പ്രിയ ദൈവപജനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തക്ക സമയത്തിന് നിവൃത്തി വരാനുള്ള ചില കാര്യങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്. തക്ക സമയത്ത് നിവൃത്തി വരാനുള്ള ചില ആമേശ്വര ആവശ്യങ്ങളുടെ നിലവിൽ ആമേശ്വര ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവ് വെക്കുന്ന ദൂതാണ്. തക്ക സമയത്തിന് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടു പോകല്ലേ. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആമേ ഹൃദയം ഭാരപ്പെട്ടു പോകല്ല. ആമേശ്വത്രം ഒരു ദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. ആ ആമേശ്വത്രം ഹല്ലേലൂയ അപ്പനെടുത്തില്ല, അമ്മയെടുത്തില്ല. ആമേശ്വത്രം ഹല്ലേലൂയ സ്വന്തം നാട്ടിലാണോ താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ശവപ്പറമ്പിലായിരുന്നു അവന്റെ പാർപ്പ്. അതിന്റെ പ്രത്യേകത ആമേശ്വത്രം അവിടെയൊക്കെ മരിച്ചവരായിരുന്നു. ആമേശ്വത്രം ഹല്ലേലൂയ ആമേശ്വത്രം ഹല്ലേലൂയ അവിടെ എല്ലാവരും മരിച്ച വ്യക്തികളെ അടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആമേശ്വത്രം. ഈ ശവപ്പറമ്പിൽ ആമേശ്വത്രം ജീവിതം കഴിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കുവാൻ, ഈ യുവാവിനെ രക്ഷിക്കുവാൻ ആമേശ്വത്രം ആരും തന്നെ കടന്നു വരുന്നില്ല. ആമേശ്വത്രം ഹല്ലേലൂയ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. ഇവൻ ഭ്രാന്തനെ പോലെ അലയുന്ന ഒരു വ്യക്തിയാണെന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആമേശ്വത്രം ഹല്ലേലൂയ നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. ആമേ പ്രൈസലോട് ഹല്ലേലൂയ നാം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിന്റെ നടുവിലൊക്കെ ദൈവം നമ്മെ ബലപ്പെടുത്താറുണ്ട്. ഇത് അതുപോലെയൊന്നുമല്ല. ആമേശ്വരം ഒരു മനുഷ്യൻ മാനസികമായി തകർന്ന ആമേശ്വരം അവന്റെ വാസം ആമേശ്വരം ശവക്കല്ലറയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അർത്ഥം അവന്റെ കൂട്ടുകെട്ടും മുഴുവന് മരിച്ചുപോയ ആമേശ്വരം ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ മേഖലയിലേക്ക് അവന്റെ ബന്ധങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ അപ്പനോടൊരു കൂട്ടായ്മയില്ല, അമ്മയോടൊരു കൂട്ടായ്മയില്ല, അവന് സഹോദരങ്ങളോട് പ്രതിബദ്ധതയില്ല, വീടിനോടൊരു പ്രതിബദ്ധതയില്ല, നാടിനോട് സഭയോട് ആരോടും ഒരു പ്രതിബദ്ധതയില്ല, സ്നേഹമില്ല, ആമേശ്വരം ധാർമ്മിക ഉത്തരവാദിത്തങ്ങളില്ല. അവന്റെ പാർപ്പ് കല്ലറകളിലാണ്. ദീർഘനാൾ മുൻപിലേക്ക് പോയി അവനെ അന്വേഷിച്ചു വരാൻ ആരുമില്ല. അവൻ എവിടെ? അവന്റെ ആയുഷ് എന്ത്? അവൻ യൗവനക്കാരനാണ്, അവൻ നല്ലൊരു ഭാവി ഉണ്ട്. ഇവനെ രക്ഷിക്കാൻ, ഒരു കര എത്തിക്കാൻ ആമേശ്വത്രം ആരുമില്ല, ആരെ കൊണ്ട് കഴിയില്ല. ആമേശ്വത്രം പലതവണ ഹല്ലേലൂയ അവൻ ചങ്ങലകൾ പൊട്ടിച്ചിരുന്നുവെന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ആർക്കും അവനെ അടക്കാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നു. എന്നാൽ ആർക്കും ഒതുക്കാൻ കഴിയാത്തതിനെ യേശുവിന് ഒതുക്കാൻ കഴിയും. കേട്ടോ, ആർക്കും ഒതുക്കാൻ കഴിയാത്തതിനെ ആരാ ചങ്ങലയാൽ ബന്ധിച്ചാലോ ആ ബന്ധനങ്ങളൊക്കെ പൊട്ടിക്കുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിന്റെ സഹോദരന്റെ വിഷയത്തിനകത്ത്, നിന്റെ ഭർത്താവിന്റെ വിഷയത്തിനകത്ത്, സഹോദരി നിന്റെ ജീവിതത്തിനകത്ത്, സഹോദരൻ നിന്റെ ഭാര്യയുടെ വിഷയത്തിനകത്ത്, ശുശ്രൂഷക നിന്റെ സഭയുടെ വിഷയത്തിനകത്ത് ആർക്കും ക്രമീകരിക്കാൻ കഴിയാത്ത വിഷയത്തെ ദൈവത്തിന് ക്രമീകരിക്കാൻ കഴിയും. ആരും ഇവനെ അന്വേഷിക്കാനില്ല. ഇവന് ഇങ്ങനെ ഈ ശവപ്പറമ്പിൽ എങ്ങനെ ജീവിച്ച് കടന്നു പോവുകയാണ്. അവന്റെ ഭക്ഷണം എന്തായിരിക്കും? സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ വസ്ത്രരീതി എന്താണ്?
അതിനകത്ത് വ്യക്തമായി പറയുന്നു. ആമേൻ. അവന്റെ കൂട്ടുകെട്ട് എന്താണ്? കല്ലറകളുമായിട്ടാണ്. ആത്മീക മറ്റൊരു വിവേചനം അതിനകത്തുണ്ട്. ആമേൻ. ആമേൻ. ഭൗമികമായ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചിന്തിക്കാൻ കഴിയും. എന്നാൽ ദൈവം എന്നെ ചിന്തിപ്പിച്ച ആ വാക്യത്തിനകത്തേക്ക് മാത്രം കടക്കുകയാണ്. എന്നെ കർത്താവ് വേഗത്തിൽ പറഞ്ഞു, അവൻ പെട്ടെന്ന് ആമേശ്വരം ഹാലേലിയ വള്ളത്തിൽ കയറിക്കോ, ഞാൻ അക്കരയ്ക്ക് പോകാൻ വേണ്ടി പോകുകയാണ്. ആമേശ്വരം ഹാലിയ അവൻ കർത്താവ് ആമേശ്വരം ഹാലേലിയ ഇറങ്ങി വരുന്ന ആ സാഹചര്യത്തിനകത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ മനസ്സുകളെ ആമേശ്വരം ഹാലേലിയ നിങ്ങളൊന്ന് സങ്കല്പിച്ചാട്ടെ. കാറ്റിളകി വരുന്നു, കടൽ ഇളകി വരുന്നു. ആമേശ്വരം ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കാറ്റ് കണ്ട് നീ പേടിക്കില്ല, കടല് കണ്ട് നീ പേടിക്കില്ല, ഇന്നത്തെ സാഹചര്യം കണ്ട് നീ പേടിക്കില്ല. യേശു കർത്താവ് നിന്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ നീ ഒരു നന്മ കാണും. അധികം താമസിക്കാതെ നീ ഒരു വിടുതൽ കാണും. നിന്റെ വീട്ടിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം കയറിയ, നിന്റെ സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം കയറിയ, നിന്റെ മേൽ ദൈവ സാന്നിധ്യം കയറിയ, ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ കരം നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവ കേട്ടോ, ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, ആർക്കും നടത്താൻ കഴിയാത്ത വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. പടകിലിരുന്ന ശിഷ്യന്മാര് വിചാരിച്ചു ഇപ്പൊ തകർന്നു പോകും. ആ വിധത്തിൽ കടൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആമേ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആമേശ്വരം അടുത്ത് വെച്ച്, ഗുരു ആമേശ്വരം നിനക്ക് ഞങ്ങളെ കൊണ്ട് വിചാരമില്ലയോ, ഞങ്ങളത് നശിച്ചു പോകുന്നു. ആമേ കർത്താവ് ആമേൻ അവരെ ശാസിച്ചിട്ട് ആമേ ഹാലേലൂയ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആമേൻ അവന്റെ വാക്കിനാൽ കടലും കാറ്റും കൂടെ ഒതുങ്ങിപ്പോകുകയാണ്. അധികാരമുള്ളവൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആമേശ്വരം നീ ഭാരപ്പെടുന്ന നിന്റെ ജീവിത യാത്രയിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ തക്ക സമയത്ത് നിവർത്തിക്കേണ്ട വാക്കുകൾ ദൈവം നിന്നോട് അരുളി ചെയ്തത്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവം നിന്നോട് സംസാരിച്ചത് നിങ്ങൾ ഒത്തിരി തവണ ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിക്കാലം ഒരു അസ്ത്രം പോലെ ആത്മമണ്ഡലങ്ങളെ തുളച്ചു കയറുന്ന, നിങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രിക്കാലം ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ് ഈ ദൂത്. തക്ക സമയത്ത് നിങ്ങളുടെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അതെത്ര ശക്തമായ കാറ്റടിച്ചാലും, അതെത്ര ശക്തമായ കടല ഇളകി മറിഞ്ഞ് നിന്നാലും, അതിന്റെ മുകളിൽ കൂടെ സ്വർഗീയ നായകനായവൻ നസറനായ യേശു നിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രിയപ്പെട്ടവര് മാനസികമായി തകർന്നവരുണ്ട്. അമ്മ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട്. അമ്മ മെന്റൽ ഹോസ്പിറ്റലിൽ ആമേശ്വരം ചികിത്സ എടുക്കുന്നവരുണ്ട്. രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, ആമേശ്വരം ഹാലേലൂയ പ്രിയരെ, അമ്മ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയായിരിക്കാം. നിങ്ങൾ ഭാരപ്പെടല്ല. ആമേശ്വരം ഹാലേലൂയ നിങ്ങൾ പലരുടെ മുമ്പാകെ നിന്ദിക്കപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്നെ മാനിക്കുന്ന ദിവസം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ മാനിക്കാനുള്ള ദൈവത്തിന്റെ ദിവസം നിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് അതിവിദൂരമല്ല. ആമേശ്വരം ഹാലേലൂയ അത് സമാപ്തിയിലേക്ക് എത്തുവാൻ വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേ ഹാലേലൂയ എത്ര പ്രതികൂലം വന്നാലും, എത്ര കാറ്റടിച്ചാലും ഇന്ന് രാത്രി അതിനെ എല്ലാം സ്വർഗം ആമേശ്വരം ഹാലേലൂയ ശാസിച്ചുകൊണ്ട് അടക്കി വെച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിന്നെ സ്പർശിക്കും. വലിയ ആത്മീക ചലനങ്ങളെ എനിക്ക് ആത്മാവിൽ ഗ്രഹിച്ചറിയാൻ കഴിയുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന എല്ലാവരോട് ഞാൻ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് തക്ക സമയത്ത് നിവർത്തിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ഇല്ലാത്ത പ്രതികൂലം വന്നെന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി വന്നെന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുവാൻ തീരുമാനം എടുത്തു വരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത പ്രതികൂലങ്ങളും കാറ്റും കോളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നെന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ, ഒരു വീര്യ പ്രവർത്തിക്കാൻ ഇന്ന് രാത്രി സ്വർഗ്ഗം ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി എനിക്കറിയാം ആരൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിട്ടാണ് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നത്. നിങ്ങൾ കടന്നവർ എന്തൊക്കെയോ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കാതിരിക്കാൻ, നിങ്ങൾ ഈ സ്ഥാനത്തിനകത്ത് ഇരിക്കാതിരിക്കാൻ, ആമേശ്വരം ഹാലേലൂയ നിങ്ങൾ ഒരുപക്ഷെ തേങ്ങുന്ന വിഷയത്തിനകത്തായിരിക്കുന്നത്. എന്നാൽ ആമേശ്വരം ഇന്ന് രാത്രി ഈ വചനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആമേശ്വരം ചിലത് തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കേണ്ടത് ഇന്ന് രാത്രി നടക്കേണ്ടത് ഇന്ന് രാത്രി നടക്കാം. ഇന്ന് രാത്രി 9 മണിക്ക് നടക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് 9 മണിക്ക് തന്നെ നടന്നിരിക്കും. ഈ ദൂരെ നിന്റെ കാതുകൾ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നിന്റെ കാതുകൾ എത്തിയിരിക്കും.
ഇന്ന് രാത്രി എത്ര പേർക്ക് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഞാൻ ആരാധിക്കുന്നവൻ ജീവനുള്ളവനാണ്, ഞാൻ സ്തുതിക്കുന്നവൻ ജീവന്റെ ഉറവിടമായ ദൈവമാണ്. മരണത്തെ ജയിച്ചവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, അവന്റെ കോട്ടകളെ തകർത്തവൻ, അവന്റെ ആയുധത്തെ പരാജയപ്പെടുത്തിയവൻ. സ്തോത്രം ഹല്ലേലൂയ. ജീവന്റെ മേൽ അധികാരമുള്ളവൻ. സ്തോത്രം വെള്ളത്തെ രക്തമാക്കിയവൻ. സ്തോത്രം ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യും. വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിനകത്തേക്ക് കടക്കാം. ദൈവം എനിക്ക് തന്ന വചനമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു ആശ്വാസത്തിന് വേണ്ടി പങ്കുവച്ചത്. പ്രധാന ദൂതിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം. സ്തോത്രം ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ്. എന്റെ ജീവിതത്തിനകത്ത് പലവട്ടം ഞാൻ വായിച്ച ഇതിനകത്ത് വാക്കുകൾ വളരെയധികം വ്യത്യസ്തപരമായി എന്റെ ജീവിതത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. സ്തോത്രം ഇന്ന് രാത്രിയും ഈ തിരുവചനത്തിനകത്ത് സംസാരിപ്പാൻ കർത്താവ് തന്ന ദൂതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിയപ്പെടുന്ന ഒരു വാക്യം കാണുമല്ലേ? നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ദൈവം നമ്മെ തൊടുന്ന ഒരു വാക്യം കാണുമല്ലേ? സ്തോത്രം ഹല്ലേലൂയ. ഈ ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം ഹല്ലേലൂയ എന്റെ ജീവിതത്തെ തൊട്ട വാക്യങ്ങളുള്ള ഒരു സുവിശേഷമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ആ പുസ്തകത്തിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആകെ മൊത്തം 24 അധ്യായങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം. മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ 3ാമത്തെ സുവിശേഷമാകുന്നു ലൂക്കോസിന്റെ സുവിശേഷം. ഒന്നുകൂടെ ആകെ മൊത്തം 24 അധ്യായങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സുവിശേഷ പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഇത് ആർക്ക് വേണ്ടി എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അതിന്റെ 1ാം അധ്യായത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അതിന്റെ 1ാമത്തെ ഭാഗത്ത് തന്നെ വളരെ വ്യക്തമായി സ്തോത്രം ഹല്ലേലൂയ വായിക്കുവാൻ കഴിയും. 1ാം അധ്യായം 1ാം വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, ശ്രീമാനായ തിയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ സ്തോത്രം നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ, ഇതിനകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി ഭാഗങ്ങളിലേക്ക് നമുക്ക് കയറുവാനായിട്ട് സാധിക്കും. ആരാണ് തിയോഫിലോസ് എന്ന് പറയുന്ന മനുഷ്യൻ? ഇതൊരു വ്യക്തിയാണോ? സ്തോത്രം എന്റെ ചോദ്യത്തിനകത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ ഒത്തിരി സാധ്യതയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഒരു ഭാഗം പറയുന്നുണ്ട് നീറോ ചക്രവർത്തിയുടെ മുമ്പിൽ പൗലോസിന് വേണ്ടി വാദിച്ച തന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു, അഭിഭാഷകനായിരുന്നു തിയോഫിലോസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആധികാരികമായി തിയോഫിലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ സുഹൃത്ത്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ, ദൈവത്തിന്റെ സ്നേഹിതൻ, സുഹൃത്ത്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നൊക്കെയാണ് ആ പദത്തിനകത്ത് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ ആ പദത്തെ, ആ വാക്കിനെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സുഹൃത്തുക്കളായവർക്ക് വേണ്ടി, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. സ്തോത്രം ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ആ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം എന്തിനു വേണ്ടി എഴുതി എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ 1ാം അധ്യായം അതിന്റെ 2ാം വാക്യത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ സ്തോത്രം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന്റെ പോയിന്റ് ഹല്ലേലൂയ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1, 2 ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകാം, വാക്യം വായിക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ 1ാം അധ്യായം 2ാം വാക്യത്തിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്? ഒന്ന്, പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾ ഉപദേശം പ്രാപിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം അറിയേണ്ടതിന് ഒരു ചരിത്രം ചമയ്ക്കുക എന്നതാണ് ഈ സുവിശേഷത്തിന്റെ ഉദ്ദേശം. ലൂക്കോസ് വളരെ വ്യക്തമായി പറയുകയാണ്, പൂർണ്ണമായി നീ പ്രാപിച്ചിരിക്കുന്ന, നീ അറിഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ജനനം, നീ അറിഞ്ഞിരിക്കുന്ന കർത്താവിന്റെ മരണം, നീ അറിഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ഉയർപ്പ് എന്ന വിഷയങ്ങളുടെ നടുവിലും സ്വർഗീയ ഉപദേശങ്ങളുടെ നടുവിലും നിനക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് ഒരു ചരിത്രം ചമയ്ക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചരിത്രം ഉപദേശ സംബന്ധമായും കർത്താവിന്റെ ജീവിത സംബന്ധമായും ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ സംബന്ധിച്ച് എഴുതേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേദഭാഗത്തിനകത്ത് തന്നെ കാണാൻ കഴിയും. ഒത്തിരി ആൾക്കാര് ഒത്തിരി ആൾക്കാര് യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്രം ചമപ്പാൻ തക്കവണ്ണം മുൻപിലേക്ക് കടന്നു വന്നുവെന്ന് വേദഭാഗത്തിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വൈദ്യനായ ലൂക്കോസ് തീരുമാനിച്ചു,
കാര്യങ്ങളെ വളച്ചൊടിക്കാതെ, ജനത്തെ വഴിതെറ്റിക്കാതെ, ജനത്തെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ആത്മാവിൽ എഴുതുവാൻ തീരുമാനിച്ച ഒരു സുവിശേഷകൻ പറയുകയാണ്, ഇതിന്റെ ഉദ്ദേശം പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളുടെ ഉദ്ദേശവും ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയവും, അതായത് കൃത്യതയും അറിയേണ്ടതിന് ഒരു ചരിത്രം എഴുതുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യത്തിനകത്തേക്ക് കടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ അധ്യായം 4-ാം വാക്യമാണ് രണ്ടാമത്തെ പോയിന്റ്. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സഭയുടെ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ആദ്യം മുതൽ സകലവും പരിശോധിച്ചു നോക്കിയിട്ട് ലൂക്കോസ് തന്റെ കേൾവിക്കാർക്ക് വേണ്ടി ആദ്യം മുതലുള്ള കാര്യങ്ങളെ അവിടേക്ക് ലൂക്കോസിന്റെ കേൾവിക്കാരെ ഉറപ്പുവരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. കർത്താവിന്റെ ജനനം മുതൽ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ വിഷയങ്ങളെയും 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷം കേട്ട് ദൈവസഭയിലേക്ക് കയറി വന്നവര്, ദൈവമക്കള് എന്നിവരുടെ ആദ്യമതിലുള്ള ദൈവസഭയുടെ സംസാരവും കാര്യങ്ങളും സുവിശേഷത്തിന്റെ പോക്കും കണ്ടിട്ട് ആദ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് ഇതിനകത്തുള്ള കൂട്ടിച്ചേർക്കലുകളും വർദ്ധിപ്പിക്കലുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് വ്യക്തമായ ചില കാര്യങ്ങൾ എഴുതേണ്ടതായ സാഹചര്യം വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ സുവിശേഷം ലൂക്കോസ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് 1-ാം അധ്യായം 4 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ണുനീരിന്റെ ഫലമുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിനകത്ത് സമയത്ത് മനുഷ്യന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. Hallelujah. I would suggest that you go to old style with proposals and everything. ഇന്ന് രാത്രി കൊണ്ട് വിശ്വസിക്കാം, ഇന്ന് രാത്രി കൊണ്ട് ബലപ്പെടാം. സമയം അതിവേഗത്തിൽ മുമ്പോട്ട് പോയിരിക്കുകയാണല്ലോ. ഞാൻ നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ആ സാക്ഷ്യം പറഞ്ഞത്. ഞാൻ നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യം പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ഭാര്യ ആതിര ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാര്യയുടെ പേര്. സ്തോത്രം, ഹല്ലേലൂയ. മുമ്പിലേക്ക് കടന്നു പോകുമ്പോ സ്തോത്രം, ഹല്ലേലൂയ, എന്റെ കൂടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളുടെ അതേ സമയത്ത് വിവാഹം കഴിഞ്ഞ ഒരു കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ ബൈബിൾ കോളേജ് ഒരേ കാലഘട്ടത്തിൽ വിവിധ ക്ലാസ്സുകളിൽ പഠിച്ച ദേവദാസനാണ്. വലിയ പറവൂർ പ്രദേശത്ത് റോബർട്ട് ജോൺ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഒരു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങള് തലമുറ കിട്ടാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്നവരൊക്കെ ഞങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങി. തലമുറ വേണം എന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളകത്ത് ഭാരപ്പെട്ട് ഉള്ള കരയാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ദൈവശബ്ദം കരഞ്ഞു, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇടയായി തോന്നുന്നു. വിവാഹം കഴിഞ്ഞ് സ്തോത്രം ഒത്തിരി നാളൊന്നും ആയില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 1 വർഷം കഴിഞ്ഞു. സ്തോത്രം, ഞങ്ങൾ ഭാരപ്പെട്ടു കരഞ്ഞു. ഞങ്ങൾ ഉപവസിക്കുന്ന ദിവസം എന്റെ സ്നേഹിതനും പാസ്റ്റർ റോബർട്ടും കുടുംബവുമായിട്ട് കടന്നു വരികയാണ്. ഞങ്ങളെ കടന്ന് സ്തോത്രം, അന്ന് ഞങ്ങളുടെ വെറുതെ തറയിട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ജയിലെന്ന് വിട്ടിട്ടില്ല. കൃപയാൽ സ്വർഗം പല വ്യക്തികളെ എഴുതിപ്പിച്ച് കുറേശ്ശെ മാനിച്ചിട്ടുണ്ട്. ഇനിയും വിശ്വസിക്കുന്ന കർത്താവ് വലിയവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വരിക ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുമ്പോൾ സ്വർഗം അവരോട് പറഞ്ഞു. സ്തോത്രം, ആ സഹോദരി ദൈവത്താൽ പ്രവൃത്തി അനുഭവിച്ച് വരികയാണ്. ആ കുടുംബം ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കടന്നു വന്നു. തിരിച്ച് ടെസ്റ്റ് റിസൾട്ടുമായിട്ട് സ്തോത്രം, ഹല്ലേലൂയ, തിരിച്ചു പോകുമ്പോൾ ഒരു ദൈവശബ്ദം, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അന്ന് പകലിൽ ഞങ്ങൾ വിശ്വസിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന്റിയുടെ ബന്ധു, ഞാനും ആ സഹോദരിയൊക്കെ ഒരുമിച്ച് ആന്റിയുടെ അവർ ബന്ധു ഒരു സഹോദരി, ആ സഹോദരി ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അവരുടെ കല്യാണം ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞത്. അവർക്കൊരു തലമുറ ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ആ തലമുറ എടുത്ത് എന്റെ ഭാര്യ കരഞ്ഞു പ്രാർത്ഥിക്കും. സ്തോത്രം, ഞങ്ങൾ ഉച്ച പ്രായമല്ലേ. സ്തോത്രം, ഈ സമയമുണ്ടല്ലോ പലർക്കും ആശ്വസിപ്പിക്കാം. എന്നാലും സ്തോത്രം, എന്റെ ഭാര്യ കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. മനുഷ്യന്റെ ബുദ്ധി പലതും പറയുമായിരിക്കാം. എന്നാൽ ഇതൊക്കെ ദൈവപ്രവൃത്തിയാണെന്ന് വിശ്വസിച്ച് ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. വളരെ ശക്തമായി നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ അകത്തേക്ക് കടക്കുമ്പോൾ പത്രോസ് കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടവനായി കിടക്കുന്ന സാഹചര്യത്തിനകത്തേക്ക് കടക്കുമ്പോൾ പത്രോസ് കിടന്ന് ഉറങ്ങിയ കാരാഗൃഹത്തിന് അകത്തേക്ക് ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. പത്രോസ് കിടന്നിറങ്ങുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് പറ്റുമ്പോൾ ചില ചങ്ങലകളൊക്കെ അഴിഞ്ഞു വിടുകയാണ്. പത്രോസിനോട് ദൂതൻ പറയുകയാണ്, വേഗത്തിൽ എഴുന്നേക്ക, നിന്റെ അരമുറുക്ക.
നിന്റെ ചെരുപ്പിന് ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. പത്രോസ് നോക്കുമ്പോൾ തന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ്. ആ വാക്ക് ഞാൻ പിന്നെ പറയാം. തന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ്. എനിക്ക് മുമ്പിൽ ദൈവം പുതിയ വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ പുതിയ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. ദൈവം തന്റെ ദൂതനെ അയച്ച ദൈവം പുതിയ വാതിലുകളെ തുറക്കുകയാണ്. ഞാനത് വാഹനത്തെ അമ്മ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളോട് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്യഭാഷ പറയുന്നത് കുറയ്ക്കരുത്. എന്റെ ദൈവദാസന്റെ അനുഭവം പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ ദൈവം ശക്തമായിട്ട് ഇടപെടും. എന്നാലും ഞങ്ങൾ ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ വന്ന വീട്ടിനകത്ത് ശക്തമായൊരു ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ടു. ഭൂതബന്ധനങ്ങൾ ഇളകി മാറുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ ആമേൻ ആമേൻ. ദൈവരാജ്യത്തിന്റെ ശക്തി ഇടപെടുന്നത് കണ്ടു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കേട്ട വചനത്തെ ദൈവകരങ്ങളിൽ വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സമയം ഒത്തിരി മുമ്പിലേക്ക് പോയല്ലോ. ഒരു ഭാഗം ഞാൻ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പത്രോസിന്റെ വാതിൽ തുറന്നു കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന് എവിടേക്ക് കൊണ്ടുവന്നു? സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. ദൈവം നിനക്ക് വാതിൽ തുറന്നു വരുമ്പോ നീ ദൈവത്തെ വിട്ടു പോകല്ല. നീ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി വരണം. ആമേ സഭ വിട്ട് മാറിപ്പോകല്ല. ആമേ വിശ്വാസം കളയല്ല. ആമേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്ക സമയത്ത് പ്രവർത്തിക്കാൻ ദൂതനയിക്കുന്നുണ്ട്. മാറിപ്പോകല്ലേ. ആമേ നീ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. നിന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ആമേ ഭാരത്തിനും ഒക്കെ ദൈവം മറുപടി വെച്ചിട്ടുണ്ട്. വേഗത്തിൽ ആമേ സ്വന്തം. ഹല്ലേലൂയ. മറിയുടെ ചോദ്യത്തിനകത്തെ കടന്നു പോകാം. ആമേ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, അവന്റെ ശക്തി വ്യാപരിക്കും. ഒന്ന്, അവൻ ദൈവദൂതൻ പറയുന്നു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്നതാകുന്നു. രണ്ട്, അവൻ ദൂതൻ പറയുകയാണ്, നിന്റെ മേലൊരു ശക്തി ഇറങ്ങും. രാത്രിക്കാലം ഇത് പ്രാപിക്കാൻ മനസ്സുള്ളവരെ മാത്രം ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇത് വിശ്വസിക്കാൻ താല്പര്യമുള്ളവരെ മാത്രം ഒന്ന് ഏറ്റെടുത്താട്ടെ. അവൻ പുറത്തിരിക്കുന്നവർ ആരാധിക്കുമ്പോഴല്ല, നിന്റെ അകത്തേക്ക് ഒരു ശക്തി ഇറങ്ങുമ്പോൾ ഓർത്തോണം, ചിലത് നടക്കാൻ വേണ്ടി പോവുകയാണ്. നിന്റെ അകത്തേക്ക് ദൈവകൃപ കയറുമ്പോൾ ഓർത്തോണം, ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നിന്റെ അകത്തേക്ക് അസാധാരണമായി ശക്തി ഇറങ്ങുമ്പോൾ ഓർത്തോണം, ദൈവം ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വേഗത്തിൽ നിന്നാം, സമയം അതിക്രമിച്ചല്ലോ. ആ വിശ്വാസം നിന്റെ അകത്തേക്ക് ദൈവശക്തി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവം ഇടപെട്ട് അന്യഭാഷ പറയുകയാണ്. നിർത്തല്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ വിശ്വാസം പെട്ടെന്ന് ഒരു വാക്യം ഓർമ്മ തരികയാണ്. അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. പെട്ടെന്ന് സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മ തരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവം ആ വിഷയത്തിലേക്ക് പ്രവർത്തിക്കും. എല്ലാ കണ്ണുകളെ നമുക്ക് ദിവസത്തിലേക്ക് വയ്ക്കാം. കേൾക്കപ്പെട്ട ദൂതുകളുടെ മുമ്പാകെ ഇന്ന് രാത്രിക്കാലം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നീ ദേശത്തൊരു അത്ഭുതമായിരിക്കും. ഈ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. ഈ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ പല വിഷയങ്ങളും നിലവിൽ നീ ഒരു അത്ഭുതമായി അതിശയമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ രാത്രികാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഉറങ്ങിയ ഹൃദയത്തോടും തകർന്ന ഹൃദയത്തോടു കൂടിയാക്കി. എന്നാൽ വചനം പറയും, തകർന്നിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ആ യാഗത്തിന്റെ ദൈവം പ്രസാദിക്കും. ഇന്ന് രാത്രികാല ദൈവകാര്യങ്ങളിലേക്ക് എത്തിക്കുക. ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെ നടക്കും? ദൂത പറയുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട്, ദൈവത്തിൽ നിന്ന് കേട്ടിട്ട്, ദൈവ കൽപ്പന ലഭിച്ചിട്ട്, ദൈവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിന്റെ മേലൊരു ശക്തി ഇറങ്ങും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം കടന്നു പോകാൻ. ലോകത്തിന്റെ അറ്റത്തോളം യെരൂശലേമിലേക്ക്, യഹൂദിയയിലേക്ക്, ശമരിയയിലേക്ക് ശക്തി ലഭിച്ചിട്ട് വേണം കടന്നു പോകാൻ. അപ്പൊ ശക്തി ലഭിച്ചിട്ട് കടന്നുപോയാൽ നടക്കാത്ത പലത് നടക്കും. ശക്തി ലഭിച്ചിട്ട് കടന്നുപോയ നടക്കാത്ത പലത് നടക്കും. അവരേക്ക് വേഗത്തിൽ കണ്ണു വയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ വാതിൽ തുറന്ന്, ഉദരങ്ങളെ തുറന്ന്, ആമേശ്വര വ്യക്തികളെ ബലപ്പെടുത്തി, ആമേശ്വര ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ. സഖരിയാവിനെ പോലെ ചില മറുപടികൾ ആമേ വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതന്റെ എൻകൗണ്ടറുകൾ ജീവിതങ്ങളകത്ത് ഇറങ്ങി വരുന്ന ശുശ്രൂഷകളകത്ത് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആത്മീക മേഖലകളിൽ ചലനങ്ങൾ സംഭവിക്കട്ടെ. ദൈവകരം ശക്തമായി ഇറങ്ങട്ടെ. ഞാൻ ബ്ലസ് ചെയ്യും. ഒറ്റ വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു.
തുടങ്ങി അവസാനിക്കുന്നവരെ കർത്താവ് കൃപയ്ക്കുള്ള ദൈവം മറച്ചു. സകല മഹത്വം ദൈവത്തിന്റെ കരയറ്റുന്നു. കൃപയ്ക്കുള്ള ദൈവം മറക്കണമേ. ഈ ഗ്രൂപ്പിനെ, ഈ പ്രയർ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. എല്ലാ ആഴ്ചകളും നടക്കുന്ന മീറ്റിങ്ങിനകത്ത് ഇനിയും ഒത്തിരി ആൾക്കാർ കടന്നു വരട്ടെ, ഒത്തിരി ആൾക്കാർ കടന്നു വരട്ടെ. ഒത്തിരി പേര് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം പരിശുദ്ധാത്മാവിനാൽ അവരെ വചനം കൊണ്ട് ഉറപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് അവർ ഒത്തിരി പേര് കടന്നു വരേണ്ടത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറക്കണം, കടന്നു വന്ന് എല്ലാവരും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക്സ് എ ലോട്ട് പാസ്റ്റർ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടു. ഹല്ലേലൂയ. ഞാനിങ്ങനെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഓറിക്കാലം തുടക്കം മുതൽ ഇപ്പോൾ വരെ തീയിലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തമേറിയ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തു. എനിവേ താങ്ക്സ് എ ലോട്ട് പാസ്റ്റർ. കർത്താനദാസൻ ഇനിയും നമ്മളെ വിളിച്ച് ശുശ്രൂഷിക്കാനായിട്ട് ആ അത്ഭുത സാക്ഷിയൊക്കെ കേട്ടല്ലോ. കർത്താവ് ഇത്രയും അത്ഭുതം ചെയ്തല്ലോ. ഇനിയും അത്ഭുതങ്ങൾ ആ സഭയ്ക്ക് വേണ്ടി, മിനിസ്ട്രി വേണ്ടി അനേക ആത്മാക്കളെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ വെളിപ്പാടുകളാൽ കർത്താവദാസനെ നിറച്ചു ഇനിയും അധികമായി പൗലോസിനെ പോലെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നിർത്തിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ബുധനാഴ്ച മീറ്റ് ചെയ്യും. ഓക്കെ, ആശീർവാദം പറഞ്ഞ് നിർത്തിച്ചോ പാസ്റ്റർ.